ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇത്തവണത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് ആരംഭിക്കാൻ കേവലം വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പ് നേരത്തെ പൂർത്തിയായിരുന്നു. കിടിലൻ മത്സരങ്ങളാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രഡിക്ഷൻ പ്രമുഖ അനലിസ്റ്റുകളായ ഒപ്റ്റ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അവരുടെ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ ഒരു പ്രഡിക്ഷനാണ് അവർ പുറത്തുവിട്ടിട്ടുള്ളത്. അത് പ്രകാരം ഏറ്റവും കൂടുതൽ കിരീട സാധ്യതയുള്ള ടീമുകളെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാം സ്ഥാനത്ത് വരുന്നത് മറ്റാരുമല്ല, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കരുത്തരായ ലിവർപൂളാണ്. ഇത്തവണത്തെ UCL കിരീടം നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത് ലിവർപൂളിനാണ്. 20% അവർക്ക് ഇപ്പോൾ കിരീട സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത്. രണ്ടാം സ്ഥാനത്ത് മറ്റൊരു പ്രീമിയർ ലീഗ് കരുത്തരായ ആഴ്സണലാണ് വരുന്നത്. 16% സാധ്യതകളാണ് ഗണ്ണേഴ്സിന് ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നത്. മൂന്നാം സ്ഥാനത്താണ് PSG വരുന്നത്. നിലവിലെ ജേതാക്കളാണ് PSG. അവർക്ക് 12% സാധ്യതകളാണ് ഒപ്റ്റ അനലിസ്റ്റ് ഇപ്പോൾ കണക്കാക്കുന്നത്. നാലാം സ്ഥാനത്ത് FC ബാഴ്സലോണ വരുന്നു. 8% സാധ്യതകളാണ് ഹാൻസി ഫ്ലിക്കിന്റെ ബാഴ്സക്ക് ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നത്. അഞ്ചാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ സിറ്റി വരുന്നത്. 8% സാധ്യതകൾ തന്നെയാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഉള്ളത്. ആറാം സ്ഥാനത്ത് ചെൽസി വരുന്നു. 7% സാധ്യതകളാണ് നിലവിലെ ക്ലബ്ബ് വേൾഡ് കപ്പ് ജേതാക്കളായ ചെൽസിക്കുള്ളത്. ഏഴാം സ്ഥാനത്താണ് റയൽ മാഡ്രിഡ് വരുന്നത്. റയൽ മാഡ്രിഡ് പിറകിലാണ്. 6% കിരീട സാധ്യതകൾ മാത്രമാണ് ഒപ്റ്റയുടെ സൂപ്പർ കമ്പ്യൂട്ടർ ഇപ്പോൾ റയലിന് കൽപ്പിക്കപ്പെടുന്നത്. അതായത് റയലിന് കിരീട സാധ്യതകൾ കുറവാണ്. UCL കിരീടം സ്വപ്നം കാണേണ്ടതില്ല എന്ന തരത്തിലാണ് ഈ ഒരു പ്രഡിക്ഷൻ വരുന്നത്. ഇങ്ങനെ 7 സ്ഥാനക്കാരെയാണ് ഇപ്പോൾ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. 8ാം സ്ഥാനത്ത് ബയേൺ മ്യൂണിക്ക്, 9ാം സ്ഥാനത്ത് ഇന്റർ മിലാൻ, 10ാം സ്ഥാനത്ത് ന്യൂകാസിൽ യുണൈറ്റഡ് എന്നിവരൊക്കെ വരുന്നു. ഏതായാലും ഇത്തവണ ലിവർപൂളിനാണ് ഏറ്റവും കൂടുതൽ കിരീട സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.